നമസ്കാരം. യജു വേൾഡ് കേരള യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ +2 തുല്യതാ പഠിതാക്കൾക്കായി മുൻവർഷ ചോദ്യപേപ്പറുകളിലും അക്ഷരകൈരളി മാതൃകാ ചോദ്യപേപ്പറുകളിലും വന്ന വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ നിന്നും നിരവധി ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ക്ലാസ് മുഴുവനായും കാണുക. തുടർന്നും ഇതുപോലെയുള്ള ക്ലാസ്സുകൾ ലഭിക്കുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി അറിയിക്കുക. ക്ലാസ് ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. പിന്നെ മറ്റൊരു കാര്യം, ഉത്തരങ്ങൾ പറയുമ്പോൾ എന്തെങ്കിലും തെറ്റുപറ്റി പോയിട്ടുണ്ടെങ്കിൽ അത് ഫസ്റ്റ് കമന്റായി പിൻ ചെയ്യുന്നതാണ്. അതുകൊണ്ട് ക്ലാസ് കാണുന്നവർ ഫസ്റ്റ് കമന്റ് കൂടി ഒന്ന് നോക്കുവാൻ ശ്രമിക്കുക. ചോദ്യപേപ്പർ നോക്കാം. 2021 അക്ഷരകൈരളി മാതൃകാ ചോദ്യപേപ്പറാണ് നോക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം, അതിർത്തി ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രമുഖ നേതാവ് ആരെന്ന് കണ്ടെത്തുക. അതിർത്തി ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രമുഖ നേതാവ് ആരെന്ന് കണ്ടെത്തുക. ഓപ്ഷൻസ്: ജവഹർലാൽ നെഹ്റു, ഫാറൂഖ് അബ്ദുള്ള, ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ, മുഹമ്മദ് അലി ജിന്ന. ഉത്തരം ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. ഉത്തരം ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. അതിർത്തി ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രമുഖ നേതാവ് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ആണ്. രണ്ടാമത്തെ ചോദ്യം, ഒന്നാം പഞ്ചവത്സര പദ്ധതി തയ്യാറാക്കുന്നതിൽ മുഖ്യ പങ്കുവഹിച്ച സാമ്പത്തിക വിദഗ്ധനാര്? ഒന്നാം പഞ്ചവത്സര പദ്ധതി തയ്യാറാക്കുന്നതിൽ മുഖ്യ പങ്കുവഹിച്ച സാമ്പത്തിക വിദഗ്ധനാര്? ഓപ്ഷൻസ്: ഡോക്ടർ കെ.എൻ. രാജ്, ജെ.സി. കുമരപ്പ, പി.സി. മഹലനോബിസ്, അമർത്യ സെൻ. ഉത്തരം ഡോക്ടർ കെ.എൻ. രാജ്. ഉത്തരം ഡോക്ടർ കെ.എൻ. രാജ്. ഒന്നാം പഞ്ചവത്സര പദ്ധതി തയ്യാറാക്കുന്നതിൽ മുഖ്യ പങ്കുവഹിച്ച സാമ്പത്തിക വിദഗ്ധൻ ഡോക്ടർ കെ.എൻ. രാജ്. അതുപോലെ രണ്ടാം പഞ്ചവത്സര പദ്ധതി തയ്യാറാക്കുന്നതിൽ മുഖ്യ പങ്കുവഹിച്ച സാമ്പത്തിക വിദഗ്ധൻ പി.സി. മഹലനോബിസ് ആണ്. മൂന്നാമത്തെ ചോദ്യം, 1975 രാജ്യത്ത് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഇന്ത്യൻ പ്രസിഡന്റ്. 1975 രാജ്യത്ത് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഇന്ത്യൻ പ്രസിഡന്റ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, വി ഗിരി, ശങ്കർ ദയാൽ ശർമ്മ, ഫക്രുദ്ദീൻ അലി അഹമ്മദ്. ഉത്തരം ഫക്രുദ്ദീൻ അലി അഹമ്മദ്. ഉത്തരം ഫക്രുദ്ദീൻ അലി അഹമ്മദ്. 1975 രാജ്യത്ത് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഇന്ത്യൻ പ്രസിഡന്റ് ഫക്രുദ്ദീൻ അലി അഹമ്മദ്. നാലാമത്തെ ചോദ്യം, ജാതി വിവേചനത്തിനെതിരെ പോരാടുന്നതിന് 1970 മഹാരാഷ്ട്രയിൽ രൂപം കൊണ്ട പ്രസ്ഥാനം ഏത്? ജാതി വിവേചനത്തിനെതിരെ പോരാടുന്നതിന് 1970 മഹാരാഷ്ട്രയിൽ രൂപം കൊണ്ട പ്രസ്ഥാനം ഏത്? ഉത്തരം ദളിത് പാന്തേഴ്സ്. ഉത്തരം ദളിത് പാന്തേഴ്സ്. അഞ്ചാമത്തെ ചോദ്യം ചേരുംപടി ചേർക്കുവാനാണ്. ചേരുംപടി ചേർക്കുവാൻ തന്നിരിക്കുന്നത് കുറച്ച് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അവയുടെ നേതാക്കളെയുമാണ്. കോളം എയിൽ ഭാരതീയ ജനസംഘം, സോഷ്യലിസ്റ്റ് പാർട്ടി, സ്വതന്ത്ര പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ. കോളം ബിയിൽ എ.കെ. ഗോപാലൻ, സി രാജഗോപാലാചാരി, ശ്യാമപ്രസാദ് മുഖർജി, ആചാര്യ നരേന്ദ്രദേവ്. ഇനി ഇതൊന്നു ചേരുംപടി ചേർക്കാം. ഭാരതീയ ജനസംഘം ശ്യാമപ്രസാദ് മുഖർജി. ഭാരതീയ ജനസംഘം ശ്യാമപ്രസാദ് മുഖർജി. സോഷ്യലിസ്റ്റ് പാർട്ടി ആചാര്യ നരേന്ദ്രദേവ്. സോഷ്യലിസ്റ്റ് പാർട്ടി ആചാര്യ നരേന്ദ്രദേവ്. സ്വതന്ത്ര പാർട്ടി സി രാജഗോപാലാചാരി. സ്വതന്ത്ര പാർട്ടി സി രാജഗോപാലാചാരി. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എ.കെ. ഗോപാലൻ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എ.കെ. ഗോപാലൻ. ഇത് ഈ ക്രമത്തിൽ എഴുതുക. ആറാമത്തെ ചോദ്യം, മണ്ഡൽ കമ്മീഷൻ മറ്റ് പിന്നാക്ക വിഭാഗങ്ങൾക്ക് തൊഴിൽ വിദ്യാഭ്യാസ മേഖലകളിൽ ശുപാർശ ചെയ്തത് എത്ര ശതമാനം സംവരണമാണ്? മണ്ഡൽ കമ്മീഷൻ മറ്റു പിന്നാക്ക വിഭാഗങ്ങൾക്ക് തൊഴിൽ വിദ്യാഭ്യാസ മേഖലകളിൽ ശുപാർശ ചെയ്തത് എത്ര ശതമാനം സംവരണമാണ്? ഓപ്ഷൻസ്: 27%, 8%, 25%, 12%. ഉത്തരം 27%. ഉത്തരം 27%. മണ്ഡൽ കമ്മീഷൻ മറ്റു പിന്നാക്ക വിഭാഗങ്ങൾക്ക് തൊഴിൽ വിദ്യാഭ്യാസ മേഖലകളിൽ ശുപാർശ ചെയ്തത് 27% സംവരണമാണ്. ഏഴാമത്തെ ചോദ്യം, തന്നിരിക്കുന്ന കരാറുകളിൽ ഒപ്പുവെച്ച രാഷ്ട്ര നേതാക്കളുടെ പേരെഴുതി പട്ടിക പൂർത്തിയാക്കുക. തന്നിരിക്കുന്ന കരാറുകളിൽ ഒപ്പുവെച്ച രാഷ്ട്ര നേതാക്കളുടെ പേരെഴുതി പട്ടിക പൂർത്തിയാക്കുക. തന്നിരിക്കുന്ന കരാറുകൾ സിംല കരാർ, പഞ്ചശീല തത്വങ്ങൾ, താഷ്കന്റ് കരാർ എന്നിവയാണ്. ഇനി ഇതൊന്ന് പൂർത്തിയാക്കാം. സിംല കരാർ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒപ്പുവെച്ചതാണ്. ഇന്ദിരാഗാന്ധിയും സുൽഫിക്കർ അലി ഭൂട്ടോയും 1972 സിംല കരാർ ഒപ്പുവെച്ചത്. പഞ്ചശീല തത്വങ്ങൾ ഇന്ത്യയും ചൈനയും തമ്മിൽ ഒപ്പുവെച്ചതാണ്. ജവഹർലാൽ നെഹ്റുവും ചൗവൻലായിയും 1954 പഞ്ചശീല തത്വങ്ങൾ ഒപ്പുവെക്കുന്നത്. താഷ്കന്റ് കരാർ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ലാൽ ബഹദൂർ ശാസ്ത്രിയും ജനറൽ അയ്യൂബ് ഖാനും 1966 താഷ്കന്റ് കരാറിന് ഒപ്പുവെക്കുന്നത്. അപ്പോൾ സിംല കരാർ ഇന്ദിരാഗാന്ധിയും സുൽഫിക്കർ അലി ഭൂട്ടോയും, പഞ്ചശീല തത്വങ്ങൾ ജവഹർലാൽ നെഹ്റുവും ചൗവൻലായിയും,
താഷ്കന്റ് കരാർ ലാൽ ബഹദൂർ ശാസ്ത്രിയും ജനറൽ അയ്യൂബ് ഖാനും. എട്ടാമത്തെ ചോദ്യം, തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയോ തെറ്റോ എന്ന് എഴുതുക. തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയോ തെറ്റോ എന്ന് എഴുതുക. തന്നിരിക്കുന്ന പ്രസ്താവനകൾ: ഗരീബി പഠാവോ എന്ന മുദ്രാവാക്യം മുന്നോട്ട് വെച്ചത് ഇന്ദിരാഗാന്ധിയാണ്. 1969 പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായിരുന്ന വി ഗിരിയുടെ വിജയം കോൺഗ്രസ് പാർട്ടിയിൽ പിളർപ്പിന് കാരണമായി. ഇനി പ്രസ്താവനകളൊന്ന് ശരിയോ തെറ്റോ എന്ന് നോക്കാം. ഗരീബി പഠാവോ എന്ന മുദ്രാവാക്യം മുന്നോട്ട് വെച്ചത് ഇന്ദിരാഗാന്ധിയാണ്. ഇത് തെറ്റായ പ്രസ്താവനയാണ്. ഗരീബി ഹഠാവോ എന്ന മുദ്രാവാക്യമാണ് ഇന്ദിരാഗാന്ധി മുന്നോട്ട് വെച്ചത്. ഗരീബി ഹഠാവോ എന്നാൽ പട്ടിണി മാറ്റുക എന്ന മുദ്രാവാക്യമാണ് ഇന്ദിരാഗാന്ധി മുന്നോട്ട് വെച്ചത്. രണ്ടാമത്തെ പ്രസ്താവന: 1969 പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായിരുന്ന വി ഗിരിയുടെ വിജയം കോൺഗ്രസ് പാർട്ടിയിൽ പിളർപ്പിന് കാരണമായി. ഇതും തെറ്റായ പ്രസ്താവനയാണ്. 1969 പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി സഞ്ജീവ് റെഡ്ഡി ആയിരുന്നു. സഞ്ജീവ് റെഡ്ഡി ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുകയും വി ഗിരി വിജയിക്കുകയും ചെയ്തു. ഒൻപതാമത്തെ ചോദ്യം ചേരുംപടി ചേർക്കുവാനാണ്. ചേരുംപടി ചേർക്കുവാൻ എ കോളത്തിൽ തന്നിരിക്കുന്നത് നാഷണൽ കോൺഫറൻസ്, മിസോ നാഷണൽ ഫ്രണ്ട്, അകാലിദൾ, ഓൾ ആസാം സ്റ്റുഡൻസ് യൂണിയൻ. ബി കോളത്തിൽ ആസാം കരാർ, അനന്തപൂർ സാഹിബ് പ്രമേയം, ഷെയ്ഖ് അബ്ദുള്ള, ലാൽഡംഗ. ഇതൊന്ന് ചേരുംപടി ചേർക്കാം. നാഷണൽ കോൺഫറൻസ് ഷെയ്ഖ് അബ്ദുള്ള, നാഷണൽ കോൺഫറൻസ് ഷെയ്ഖ് അബ്ദുള്ള. മിസോ നാഷണൽ ഫ്രണ്ട് ലാൽഡംഗ, മിസോ നാഷണൽ ഫ്രണ്ട് ലാൽഡംഗ. അകാലിദൾ അനന്തപൂർ സാഹിബ് പ്രമേയം, അകാലിദൾ അനന്തപൂർ സാഹിബ് പ്രമേയം. ഓൾ ഇന്ത്യ സ്റ്റുഡൻസ് യൂണിയൻ ആസാം കരാർ, ഓൾ ഇന്ത്യ സ്റ്റുഡൻസ് യൂണിയൻ ആസാം കരാർ. ഇത് ഈ ക്രമത്തിൽ എഴുതുക. പത്താമത്തെ ചോദ്യം പൂർണ്ണരൂപം എഴുതുവാനാണ്. പൂർണ്ണരൂപം എഴുതുവാൻ തന്നിരിക്കുന്നത് നാറ്റോ, നാം എന്നിവയാണ്. നാറ്റോയുടെ പൂർണ്ണരൂപം നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ. നാറ്റോയുടെ പൂർണ്ണരൂപം നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ എന്നാണ്. നാമിന്റെ പൂർണ്ണരൂപം നോൺ അലൈൻഡ് മൂവ്മെന്റ്, നാമിന്റെ പൂർണ്ണരൂപം നോൺ അലൈൻഡ് മൂവ്മെന്റ്. 11ാമത്തെ ചോദ്യം സോവിയറ്റ് യൂണിയന്റെ അവസാനത്തെ പ്രസിഡന്റ് ആരായിരുന്നു? സോവിയറ്റ് യൂണിയന്റെ, അതായത് USSRന്റെ അവസാനത്തെ പ്രസിഡന്റ് ആരായിരുന്നു എന്നാണ് ചോദ്യം. ഉത്തരം മിഖായേൽ ഗോർബച്ചേവ്. ഉത്തരം മിഖായേൽ ഗോർബച്ചേവ്. സോവിയറ്റ് യൂണിയന്റെ അവസാനത്തെ പ്രസിഡന്റ് മിഖായേൽ ഗോർബച്ചേവ് ആയിരുന്നു. 12ാമത്തെ ചോദ്യം ഒന്നാം ഗൾഫ് യുദ്ധത്തിന് നൽകിയ പേര്. ഒന്നാം ഗൾഫ് യുദ്ധത്തിന് നൽകിയ പേര്. ഓപ്ഷൻസ്: ഓപ്പറേഷൻ ഡെസേർട്ട് സ്റ്റോം, ഓപ്പറേഷൻ ഇൻഫിനിറ്റി റീച്ച്, ഓപ്പറേഷൻ ഇറാഖി ഫ്രീഡം, ഓപ്പറേഷൻ എൻഡ്യൂറിംഗ് ഫ്രീഡം. ഉത്തരം ഓപ്പറേഷൻ ഡെസേർട്ട് സ്റ്റോം. ഉത്തരം ഓപ്പറേഷൻ ഡെസേർട്ട് സ്റ്റോം. 13ാമത്തെ ചോദ്യം ഏതാനും രാഷ്ട്രങ്ങളുടെ പേരുകൾ തന്നിരിക്കുന്നു, അവയെ അനുയോജ്യമായ പട്ടികയിൽ ക്രമപ്പെടുത്തുക. ഏതാനും രാഷ്ട്രങ്ങളുടെ പേരുകൾ തന്നിരിക്കുന്നു, അവയെ അനുയോജ്യമായ പട്ടികയിൽ ക്രമപ്പെടുത്തുക. തന്നിരിക്കുന്ന പേരുകൾ ഇന്ത്യ, ഫ്രാൻസ്, നേപ്പാൾ, ഇറ്റലി എന്നിവയാണ്. ഇനി ക്രമപ്പെടുത്തുവാനുള്ളത് യൂറോപ്യൻ യൂണിയനിലും സാർക്കിലുമാണ്. ഇപ്പൊ യൂറോപ്യൻ യൂണിയനിലെ രാജ്യങ്ങൾ ഫ്രാൻസ്, ഇറ്റലി എന്നിവയാണ്. യൂറോപ്യൻ യൂണിയനിലെ രാജ്യങ്ങൾ ഫ്രാൻസ്, ഇറ്റലി എന്നിവയാണ്. സാർക്കിലെ അംഗരാജ്യങ്ങൾ ഇന്ത്യ, നേപ്പാൾ എന്നിവയാണ്. സാർക്കിലെ അംഗരാജ്യങ്ങൾ ഇന്ത്യ, നേപ്പാൾ എന്നിവയാണ്. 14ാമത്തെ ചോദ്യം ലോകത്തിലെ ആദ്യ ഭൗമ ഉച്ചകോടി നടന്നത് എവിടെ? ലോകത്തിലെ ആദ്യ ഭൗമ ഉച്ചകോടി നടന്നത് എവിടെ? ഓപ്ഷൻസ്: റിയോ ഡി ജനീറോ, ക്യോട്ടോ, ന്യൂയോർക്ക്, ന്യൂഡൽഹി. ഉത്തരം റിയോ ഡി ജനീറോ. ഉത്തരം റിയോ ഡി ജനീറോ. ലോകത്തിലെ ആദ്യ ഭൗമ ഉച്ചകോടി നടന്നത് ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ വെച്ചാണ്. 15ാമത്തെ ചോദ്യം ഐക്യരാഷ്ട്ര സംഘടനയുടെ ഏതെങ്കിലും 3 ഘടകങ്ങൾ എഴുതി ചാർട്ട് പൂർത്തിയാക്കുക. ഐക്യരാഷ്ട്ര സഭയുടെ ഏതെങ്കിലും 3 ഘടകങ്ങൾ എഴുതി ചാർട്ട് പൂർത്തിയാക്കുക. ഐക്യരാഷ്ട്ര സഭയുടെ ഘടകങ്ങൾ നോക്കാം. 1 പൊതുസഭ, 2 സുരക്ഷാ സമിതി, 3 സാമ്പത്തിക സാമൂഹിക സമിതി, 4 അന്താരാഷ്ട്ര നീതിന്യായ കോടതി, 5 പരിരക്ഷണ സമിതി, 6 സെക്രട്ടേറിയറ്റ്. പൊതുസഭ, സുരക്ഷാ സമിതി, സാമ്പത്തിക സാമൂഹിക സമിതി, അന്താരാഷ്ട്ര നീതിന്യായ കോടതി, പരിരക്ഷണ സമിതി, സെക്രട്ടേറിയറ്റ്. ഇതാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ഘടന. 16ാമത്തെ ചോദ്യം റസാക്കർ എന്ന അർദ്ധ സൈനിക വിഭാഗം ഏത് നാട്ടുരാജ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? റസാക്കർ എന്ന അർദ്ധ സൈനിക വിഭാഗം ഏത് നാട്ടുരാജ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻസ്: മണിപ്പൂർ, കാശ്മീർ, ഹൈദരാബാദ്, ജൂനഗഡ്. ഉത്തരം ഹൈദരാബാദ്. ഉത്തരം ഹൈദരാബാദ്. റസാക്കർ എന്ന അർദ്ധ സൈനിക വിഭാഗം ഹൈദരാബാദ് എന്ന നാട്ടുരാജ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 17ാമത്തെ ചോദ്യം ഇന്ത്യയുടെ ആദ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരായിരുന്നു? ഇന്ത്യയുടെ ആദ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരായിരുന്നു? ഉത്തരം സുകുമാർ സെൻ. ഉത്തരം സുകുമാർ സെൻ.
ഇന്ത്യയുടെ ഇപ്പോഴത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ ആണ്. ഇന്ത്യയുടെ ഇപ്പോഴത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ ആണ്. ഇപ്പൊ ഇന്ത്യയുടെ ആദ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സുകുമാർ സെൻ. അടുത്തത് 2024 പൊതുപരീക്ഷയുടെ ചോദ്യപേപ്പറാണ്. നോക്കാം. ഒന്നാമത്തെ ചോദ്യം ചേരുംപടി ചേർക്കുക. ഒന്നാമത്തെ ചോദ്യം ചേരുംപടി ചേർക്കുക. ചേരുംപടി ചേർക്കുവാൻ തന്നിരിക്കുന്നത് കുറച്ച് രാഷ്ട്രീയ നേതാക്കളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമാണ്. കോളം എയിൽ ആചാര്യ നരേന്ദ്രദേവ്, AK ഗോപാലൻ, ദീൻദയാൽ ഉപാധ്യായ, C രാജഗോപാലാചാരി. ബി കോളത്തിൽ ഭാരതീയ ജനസംഘം, സ്വതന്ത്ര പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി, സോഷ്യലിസ്റ്റ് പാർട്ടി. ഇനി ഇതൊന്നു ചേരുംപടി ചേർക്കാം. ആചാര്യ നരേന്ദ്രദേവ് സോഷ്യലിസ്റ്റ് പാർട്ടി, ആചാര്യ നരേന്ദ്രദേവ് സോഷ്യലിസ്റ്റ് പാർട്ടി. AK ഗോപാലൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, AK ഗോപാലൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ദീൻദയാൽ ഉപാധ്യായ ഭാരതീയ ജനസംഘം, ദീൻദയാൽ ഉപാധ്യായ ഭാരതീയ ജനസംഘം. C രാജഗോപാലാചാരി സ്വതന്ത്ര പാർട്ടി, C രാജഗോപാലാചാരി സ്വതന്ത്ര പാർട്ടി. ഇത് ഈ ക്രമത്തിൽ എഴുതുക. രണ്ടാമത്തെ ചോദ്യം ഗരീബി ഹട്ടാവോ ആരുടെ മുദ്രാവാക്യമായിരുന്നു? ഗരീബി ഹട്ടാവോ ആരുടെ മുദ്രാവാക്യമായിരുന്നു? ഓപ്ഷൻസ് ശാസ്ത്രി, ഇന്ദിരാഗാന്ധി, നെഹ്റു, ഗാന്ധിജി. ഉത്തരം ഇന്ദിരാഗാന്ധി. ഉത്തരം ഇന്ദിരാഗാന്ധി. ഗരീബി ഹട്ടാവോ എന്ന മുദ്രാവാക്യം മുന്നോട്ട് വെച്ചത് ഇന്ദിരാഗാന്ധി ആയിരുന്നു. മൂന്നാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്ന പേരുകൾ വെച്ച് കോളങ്ങൾ പൂർത്തിയാക്കുക. താഴെ തന്നിരിക്കുന്ന പേരുകൾ വെച്ച് കോളങ്ങൾ പൂർത്തിയാക്കുക. തന്നിരിക്കുന്ന പേരുകൾ നാസർ, ടീറ്റോ എന്നിവയാണ്. കോളത്തിൽ യൂഗോസ്ലാവിയ, ഈജിപ്റ്റ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇനി കോളം പൂർത്തിയാക്കാം. ഒന്നാമത്തെ കോളത്തിൽ യൂഗോസ്ലാവിയ എന്നതിന് താഴെ ടീറ്റോ എന്നും രണ്ടാമത്തെ കോളത്തിൽ ഈജിപ്റ്റ് എന്നതിന് താഴെ നാസർ എന്നും എഴുതുക. ഒന്നാമത്തെ കോളത്തിൽ യൂഗോസ്ലാവിയ എന്നതിന് താഴെ ടീറ്റോ എന്നും രണ്ടാമത്തെ കോളത്തിൽ ഈജിപ്റ്റ് എന്നതിന് താഴെ നാസർ എന്നും എഴുതുക. ഇത് ചേരിചേര പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. നാലാമത്തെ ചോദ്യം ക്യൂബൻ മിസൈൽ പ്രതിസന്ധി സമയത്ത് സോവിയറ്റ് യൂണിയനിലെയും അമേരിക്കയിലെയും പ്രസിഡന്റുമാരുടെ പേരുകൾ എഴുതുക. ക്യൂബൻ മിസൈൽ പ്രതിസന്ധി സമയത്ത് സോവിയറ്റ് യൂണിയനിലെയും അമേരിക്കയിലെയും പ്രസിഡന്റുമാരുടെ പേരുകൾ എഴുതുക. ഓപ്ഷൻസ് കാസ്ട്രോ, കെന്നഡി, ചെഗുവേര, ക്രൂഷ്ചേവ്. ഉത്തരം സോവിയറ്റ് യൂണിയൻ ക്രൂഷ്ചേവ്, അമേരിക്ക കെന്നഡി. സോവിയറ്റ് യൂണിയൻ ക്രൂഷ്ചേവ്, അമേരിക്ക കെന്നഡി. അഞ്ചാമത്തെ ചോദ്യം ശീതസമര കാലഘട്ടത്തിൽ സോവിയറ്റ് യൂണിയൻ നേതൃത്വം നൽകിയ സൈനിക സഖ്യം ഏതെന്ന് എഴുതുക. ശീതസമര കാലഘട്ടത്തിൽ സോവിയറ്റ് യൂണിയൻ നേതൃത്വം നൽകിയ സൈനിക സഖ്യം ഏതെന്ന് എഴുതുക. ഉത്തരം വാർസോ പാക്ട് അഥവാ വാഴ്സ ഉടമ്പടി. ഉത്തരം വാർസോ പാക്ട് അഥവാ വാഴ്സ ഉടമ്പടി. ആറാമത്തെ ചോദ്യം കോളങ്ങൾ പൂർത്തിയാക്കുവാനാണ്. കോളത്തിൽ ഒരെണ്ണം തന്നിട്ടുണ്ട്. സുഡാനിലെ മിസൈൽ ആക്രമണം, ഓപ്പറേഷൻ ഇൻഫിനിറ്റി റീച്ച്. സുഡാനിലെ മിസൈൽ ആക്രമണം, ഓപ്പറേഷൻ ഇൻഫിനിറ്റി റീച്ച്. പൂർത്തിയാക്കുവാനുള്ളത് ഒന്നാം ഗൾഫ് യുദ്ധം, അമേരിക്ക ഇറാഖിനെ ആക്രമിച്ചത് എന്നിവയാണ്. ഒന്നാം ഗൾഫ് യുദ്ധം ഓപ്പറേഷൻ ഡെസേർട്ട് സ്റ്റോം എന്നാണ് അറിയപ്പെടുന്നത്. ഒന്നാം ഗൾഫ് യുദ്ധം ഓപ്പറേഷൻ ഡെസേർട്ട് സ്റ്റോം എന്നാണ് അറിയപ്പെടുന്നത്. അമേരിക്ക ഇറാഖിനെ ആക്രമിച്ചത് ഓപ്പറേഷൻ ഇറാഖി ഫ്രീഡം എന്നാണ് അറിയപ്പെടുന്നത്. അമേരിക്ക ഇറാഖിനെ ആക്രമിച്ചത് ഓപ്പറേഷൻ ഇറാഖി ഫ്രീഡം എന്നാണ് അറിയപ്പെടുന്നത്. ഏഴാമത്തെ ചോദ്യം പൂർണ്ണരൂപം എഴുതുക. ഏഴാമത്തെ ചോദ്യം പൂർണ്ണരൂപം എഴുതുവാനാണ്. പൂർണ്ണരൂപം എഴുതുവാൻ തന്നിരിക്കുന്നത് WHO, ആസിയാൻ, EU എന്നിവയാണ്. ഇനി ഇതിന്റെ പൂർണ്ണരൂപം നോക്കാം. WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, ലോകാരോഗ്യ സംഘടന. അടുത്തത് ആസിയാൻ. ആസിയാൻ എന്നാൽ അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ് എന്നാണ്. അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ്, തെക്കുകിഴക്കേ ഏഷ്യൻ രാജ്യങ്ങളുടെ സംഘടന. അടുത്തത് EU. EU എന്നാൽ യൂറോപ്യൻ യൂണിയൻ. EU എന്നാൽ യൂറോപ്യൻ യൂണിയൻ. എട്ടാമത്തെ ചോദ്യം ചാർട്ട് പൂർത്തിയാക്കുവാനാണ്. എട്ടാമത്തെ ചോദ്യം ചാർട്ട് പൂർത്തിയാക്കുവാനാണ്. സുരക്ഷാ പാരമ്പര്യേതര വീക്ഷണങ്ങളാണ് തന്നിരിക്കുന്നത്. അതിന്റെ രണ്ട് തലങ്ങളുണ്ട്. ഒന്ന് ആഗോള സുരക്ഷ, മറ്റേതാണ് പൂരിപ്പിക്കാനുള്ളത്. അടുത്തത് മാനവ സുരക്ഷയാണ്. സുരക്ഷാ പാരമ്പര്യേതര വീക്ഷണങ്ങളുടെ രണ്ട് തലങ്ങൾ മാനവ സുരക്ഷ, ആഗോള സുരക്ഷ എന്നിവയാണ്. ഒൻപതാമത്തെ ചോദ്യം 1992 ഭൗമ ഉച്ചകോടി നടന്നത് എവിടെയാണ്? 1992 ഭൗമ ഉച്ചകോടി നടന്നത് എവിടെയാണ്? ഓപ്ഷൻസ് വാഷിംഗ്ടൺ, റിയോ ഡി ജനീറോ, സാന്റിയാഗോ, ബ്യൂണസ് ഐറിസ്. ഉത്തരം റിയോ ഡി ജനീറോ. ഉത്തരം റിയോ ഡി ജനീറോ. ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ വെച്ചാണ് 1992 ഭൗമ ഉച്ചകോടി നടന്നത്. പത്താമത്തെ ചോദ്യം തന്നിരിക്കുന്ന പേരുകൾ വെച്ച് കോളങ്ങൾ പൂരിപ്പിക്കുക. തന്നിരിക്കുന്ന പേരുകൾ വെച്ച് കോളങ്ങൾ പൂരിപ്പിക്കുക. തന്നിരിക്കുന്ന പേരുകൾ സുന്ദർലാൽ ബഹുഗുണ, മേധാ പട്കർ എന്നിവയാണ്. കോളത്തിൽ നർമ്മദ ബച്ചാവോ ആന്തോളൻ,
ചിപ്കോ മൂവ്മെന്റ് എന്നിവയാണ് തന്നിരിക്കുന്നത്. ഇനി ഈ പേരുകൾ വെച്ച് കോളങ്ങൾ പൂർത്തിയാക്കാം. നർമ്മദ ബച്ചാവോ ആന്തോളൻ, മേധാ പട്കർ. നർമ്മദ ബച്ചാവോ ആന്തോളൻ, മേധാ പട്കർ. ചിപ്കോ മൂവ്മെന്റ്, സുന്ദർലാൽ ബഹുഗുണ. ചിപ്കോ മൂവ്മെന്റ്, സുന്ദർലാൽ ബഹുഗുണ. 11ാമത്തെ ചോദ്യം, മിസോ നാഷണൽ ഫ്രണ്ട് MNFന്റെ സ്ഥാപക നേതാവ് ആര്? മിസോ നാഷണൽ ഫ്രണ്ടിന്റെ സ്ഥാപക നേതാവ് ആര്? ഉത്തരം ലാൽ ഡങ്ക. ഉത്തരം ലാൽ ഡങ്ക. മിസോ നാഷണൽ ഫ്രണ്ടിന്റെ സ്ഥാപക നേതാവ് ലാൽ ഡങ്കയാണ്. അടുത്തത് 2025 പൊതുപരീക്ഷയുടെ ചോദ്യപേപ്പറാണ്. നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ഇന്ത്യ നടപ്പിലാക്കിയ പഞ്ചവത്സര പദ്ധതി എന്ന ആശയം ഏതു രാജ്യത്തിൽ നിന്നുമാണ് സ്വീകരിച്ചത്? ഇന്ത്യ നടപ്പിലാക്കിയ പഞ്ചവത്സര പദ്ധതി എന്ന ആശയം ഏത് രാജ്യത്ത് നിന്നും സ്വീകരിച്ചതാണ്? ഓപ്ഷൻസ്: സോവിയറ്റ് യൂണിയൻ, കാനഡ, ഫ്രാൻസ്, ഇംഗ്ലണ്ട്. ഉത്തരം സോവിയറ്റ് യൂണിയൻ. ഉത്തരം സോവിയറ്റ് യൂണിയൻ അഥവാ USSR. രണ്ടാമത്തെ ചോദ്യം, അമേരിക്കൻ അനുകൂല വിദേശ നയത്തെ പിന്തുണച്ച ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടി ഏത്? അമേരിക്കൻ അനുകൂല വിദേശ നയത്തെ പിന്തുണച്ച ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടി ഏത്? ഓപ്ഷൻസ്: സ്വതന്ത്ര പാർട്ടി, സോഷ്യലിസ്റ്റ് പാർട്ടി, കോൺഗ്രസ് പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഉത്തരം സ്വതന്ത്ര പാർട്ടി. ഉത്തരം സ്വതന്ത്ര പാർട്ടി. അമേരിക്കൻ അനുകൂല വിദേശ നയത്തെ പിന്തുണച്ച ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടിയാണ് സ്വതന്ത്ര പാർട്ടി. മൂന്നാമത്തെ ചോദ്യം, 1977 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ പാർട്ടികൾ ഉയർത്തിയ മുദ്രാവാക്യം എന്തായിരുന്നു? 1977 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ പാർട്ടികൾ ഉയർത്തിയ മുദ്രാവാക്യം എന്തായിരുന്നു? ഓപ്ഷൻസ്: ഗരീബി ഹട്ടാവോ, കോൺഗ്രസ് ഇതരത്വം, ജനാധിപത്യം സംരക്ഷിക്കുക, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. ഉത്തരം ജനാധിപത്യം സംരക്ഷിക്കുക. ഉത്തരം ജനാധിപത്യം സംരക്ഷിക്കുക. 1977 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ പാർട്ടികൾ ഉയർത്തിയ മുദ്രാവാക്യം ജനാധിപത്യം സംരക്ഷിക്കുക എന്നതായിരുന്നു. നാലാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നതിൽ ക്യൂബൻ മിസൈൽ പ്രതിസന്ധി കാലഘട്ടത്തിൽ സോവിയറ്റ് യൂണിയന്റെ പ്രസിഡന്റ് ആരായിരുന്നു? താഴെ തന്നിരിക്കുന്നതിൽ ക്യൂബൻ മിസൈൽ പ്രതിസന്ധി കാലഘട്ടത്തിൽ സോവിയറ്റ് യൂണിയന്റെ പ്രസിഡന്റ് ആരായിരുന്നു? ഓപ്ഷൻസ്: ഗോർബച്ചേവ്, ബ്രഷ്നെവ്, നികിത ക്രൂഷ്ചേവ്, സ്റ്റാലിൻ. ഉത്തരം നികിത ക്രൂഷ്ചേവ്. ഉത്തരം നികിത ക്രൂഷ്ചേവ്. ക്യൂബൻ മിസൈൽ പ്രതിസന്ധി കാലഘട്ടത്തിൽ സോവിയറ്റ് യൂണിയന്റെ പ്രസിഡന്റ് നികിത ക്രൂഷ്ചേവ് ആയിരുന്നു. അഞ്ചാമത്തെ ചോദ്യം, തുറന്ന വാതിൽ നയം നടപ്പിലാക്കിയ രാജ്യം ഏത്? തുറന്ന വാതിൽ നയം നടപ്പിലാക്കിയ രാജ്യം ഏത്? ഓപ്ഷൻസ്: അമേരിക്ക, ജപ്പാൻ, ചൈന, ഇന്ത്യ. ഉത്തരം ചൈന. ഉത്തരം ചൈന. തുറന്ന വാതിൽ നയം നടപ്പിലാക്കിയ രാജ്യം ചൈന. ആറാമത്തെ ചോദ്യം, സപ്തകക്ഷി മുന്നണി എന്ന ജനാധിപത്യ പ്രസ്ഥാനം ഏത് രാജ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സപ്തകക്ഷി മുന്നണി എന്ന ജനാധിപത്യ പ്രസ്ഥാനം ഏത് രാജ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻസ്: ബംഗ്ലാദേശ്, നേപ്പാൾ, ഭൂട്ടാൻ, ശ്രീലങ്ക. ഉത്തരം നേപ്പാൾ. ഉത്തരം നേപ്പാൾ. സപ്തകക്ഷി മുന്നണി അഥവാ SPA എന്ന ജനാധിപത്യ പ്രസ്ഥാനം നേപ്പാളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഏഴാമത്തെ ചോദ്യം, ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആരാണ്? ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആരാണ്? ഓപ്ഷൻസ്: ട്രിഗ്ലി, യൂത്താൻ, അന്റോണിയോ ഗുട്ടറസ്, കോഫി അന്നൻ. ഉത്തരം അന്റോണിയോ ഗുട്ടറസ്. ഉത്തരം അന്റോണിയോ ഗുട്ടറസ്. ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ആണ്. എട്ടാമത്തെ ചോദ്യം, ആദ്യത്തെ ഭൗമ ഉച്ചകോടി നടന്നത് എവിടെ വെച്ചാണ്? ആദ്യത്തെ ഭൗമ ഉച്ചകോടി നടന്നത് എവിടെ വെച്ചാണ്? ഓപ്ഷൻസ്: റിയോ ഡി ജനീറോ, പാരീസ്, ന്യൂയോർക്ക്, ലണ്ടൻ. ഉത്തരം റിയോ ഡി ജനീറോ. ഉത്തരം റിയോ ഡി ജനീറോ. ആദ്യത്തെ ഭൗമ ഉച്ചകോടി നടന്നത് റിയോ ഡി ജനീറോയിൽ വെച്ചാണ്, ബ്രസീലിലെ റിയോ ഡി ജനീറോ. ഒൻപതാമത്തെ ചോദ്യം, പഞ്ചാബ് കരാർ ഒപ്പുവെച്ചത് ആരെല്ലാം? പഞ്ചാബ് കരാർ ഒപ്പുവെച്ചത് ആരെല്ലാം? ഓപ്ഷൻസ്: നെഹ്റു, പട്ടേൽ, രാജീവ് ഗാന്ധി, ഹർചന്ദ് സിംഗ് ലോങ്കോവാൾ, ഇന്ദിരാഗാന്ധി, മൊറാർജി ദേശായി, ജയപ്രകാശ് നാരായൺ, കെ കാമരാജ്. ഉത്തരം രാജീവ് ഗാന്ധി, ഹർചന്ദ് സിംഗ് ലോങ്കോവാൾ. ഉത്തരം രാജീവ് ഗാന്ധി, ഹർചന്ദ് സിംഗ് ലോങ്കോവാൾ. പഞ്ചാബ് കരാർ ഒപ്പുവെച്ചത് രാജീവ് ഗാന്ധിയും ഹർചന്ദ് സിംഗ് ലോങ്കോവാളും ചേർന്നാണ്. പത്താമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്ന സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ കോളങ്ങൾ പൂരിപ്പിക്കുക. താഴെ തന്നിരിക്കുന്ന സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ കോളങ്ങൾ പൂരിപ്പിക്കുക. തന്നിരിക്കുന്ന സൂചകങ്ങൾ: അമേരിക്ക ഇറാഖിനെ ആക്രമിച്ചത്, ഭീകരതയ്ക്കെതിരെയുള്ള ആഗോള യുദ്ധം, സുഡാനിലെയും അഫ്ഗാനിസ്ഥാനിലെയും അൽഖ്വയ്ദയ്ക്കെതിരെയുള്ള മിസൈൽ ആക്രമണം. കോളത്തിൽ തന്നിരിക്കുന്നത് ഓപ്പറേഷൻ ഡെസേർട്ട് സ്റ്റോം, ഓപ്പറേഷൻ ഇൻഫിനിറ്റി റീച്ച്, ഓപ്പറേഷൻ എൻഡ്യൂറിംഗ് ഫ്രീഡം, ഓപ്പറേഷൻ ഇറാഖി ഫ്രീഡം. ഇനി ഇതൊന്ന് പൂരിപ്പിക്കാം. ഓപ്പറേഷൻ ഡെസേർട്ട് സ്റ്റോം ഇതിന്റെ ഉത്തരം തന്നിട്ടുണ്ട്, ഒന്നാം ഗൾഫ് യുദ്ധം.
അടുത്തത് ഓപ്പറേഷൻ ഇൻഫിനിറ്റി റീച്ച്. സുഡാനിലെയും അഫ്ഗാനിസ്ഥാനിലെയും അൽഖ്വയ്ദയ്ക്കെതിരെയുള്ള മിസൈൽ ആക്രമണം. ഓപ്പറേഷൻ ഇൻഫിനിറ്റി റീച്ച് സുഡാനിലെയും അഫ്ഗാനിസ്ഥാനിലെയും അൽഖ്വയ്ദയ്ക്കെതിരെയുള്ള മിസൈൽ ആക്രമണം. ഓപ്പറേഷൻ എൻഡ്യൂറിംഗ് ഫ്രീഡം ഭീകരതയ്ക്കെതിരെയുള്ള ആഗോള യുദ്ധം. ഓപ്പറേഷൻ എൻഡ്യൂറിംഗ് ഫ്രീഡം ഭീകരതയ്ക്കെതിരെയുള്ള ആഗോള യുദ്ധം. ഓപ്പറേഷൻ ഇറാഖി ഫ്രീഡം അമേരിക്ക ഇറാഖിനെ ആക്രമിച്ചത്. ഓപ്പറേഷൻ ഇറാഖി ഫ്രീഡം അമേരിക്ക ഇറാഖിനെ ആക്രമിച്ചത്. ഇത് ഈ ക്രമത്തിൽ എഴുതുക. 11ാമത്തെ ചോദ്യം ചേരുംപിടി ചേർക്കുവാനാണ്. ചേരുംപിടി ചേർക്കുവാൻ ഒന്നാമത്തെ കോളത്തിൽ തന്നിരിക്കുന്നത് നർമ്മദ ബച്ചാവോ ആന്തോളൻ, മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ, ഭാരതീയ കിസാൻ യൂണിയൻ. രണ്ടാമത്തെ കോളത്തിൽ അറിയുവാനുള്ള അവകാശം, മീററ്റ് പ്രക്ഷോഭം, സർദാർ സരോവർ പദ്ധതി. ഇനി ഇതൊന്നു ചേരുംപടി ചേർക്കാം. നർമ്മദ ബച്ചാവോ ആന്തോളൻ, സർദാർ സരോവർ പദ്ധതി. നർമ്മദ ബച്ചാവോ ആന്തോളൻ, സർദാർ സരോവർ പദ്ധതി. മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ, അറിയുവാനുള്ള അവകാശം. മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ, അറിയുവാനുള്ള അവകാശം. ഭാരതീയ കിസാൻ യൂണിയൻ, മീററ്റ് പ്രക്ഷോഭം. ഭാരതീയ കിസാൻ യൂണിയൻ, മീററ്റ് പ്രക്ഷോഭം. ഇതാ ഈ ക്രമത്തിൽ എഴുതുക. 12ാമത്തെ ചോദ്യവും ചേരുംപടി ചേർക്കുവാനാണ്. കുറച്ച് രാഷ്ട്രീയ നേതാക്കളും അവരുടെ പ്രസ്ഥാനങ്ങളുമാണ് തന്നിരിക്കുന്നത്. ഇത് സ്ഥിരമായി ചോദിക്കുന്നതാണ്, നല്ലതുപോലെ പഠിച്ചിട്ട് പോവുക. ഒന്നാമത്തെ കോളത്തിൽ ആചാര്യ നരേന്ദ്രദേവ്, എസ് എ ഡാംഗെ, സി രാജഗോപാലാചാരി, ശ്യാമപ്രസാദ് മുഖർജി. രണ്ടാമത്തെ കോളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, സോഷ്യലിസ്റ്റ് പാർട്ടി, ഭാരതീയ ജനസംഘം, സ്വതന്ത്ര പാർട്ടി. ഇനി ഇതൊന്നു ചേരുംപടി ചേർക്കാം. ആചാര്യ നരേന്ദ്രദേവ് സോഷ്യലിസ്റ്റ് പാർട്ടി. ആചാര്യ നരേന്ദ്രദേവ് സോഷ്യലിസ്റ്റ് പാർട്ടി. എസ് എ ഡാംഗെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. എസ് എ ഡാംഗെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. സി രാജഗോപാലാചാരി സ്വതന്ത്ര പാർട്ടി. സി രാജഗോപാലാചാരി സ്വതന്ത്ര പാർട്ടി. ശ്യാമപ്രസാദ് മുഖർജി ഭാരതീയ ജനസംഘം. ശ്യാമപ്രസാദ് മുഖർജി ഭാരതീയ ജനസംഘം. ഈ ക്രമത്തിൽ എഴുതുക. അടുത്തത് 2025 അക്ഷരകൈരളി മാതൃകാ ചോദ്യപേപ്പറാണ്. നോക്കാം. ഒന്നാമത്തെ ചോദ്യം, വിധിയുമായുള്ള കൂടിക്കാഴ്ച എന്ന പ്രസംഗം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വിധിയുമായുള്ള കൂടിക്കാഴ്ച എന്ന പ്രസംഗം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻസ്: മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, സർദാർ പട്ടേൽ, ഡോക്ടർ BR അംബേദ്കർ. ഉത്തരം ജവഹർലാൽ നെഹ്റു. ഉത്തരം ജവഹർലാൽ നെഹ്റു. വിധിയുമായുള്ള കൂടിക്കാഴ്ച എന്ന പ്രസംഗം ജവഹർലാൽ നെഹ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. രണ്ടാമത്തെ ചോദ്യം, നർമ്മദ ബച്ചാവോ ആന്തോളനുമായി ബന്ധപ്പെട്ട നേതാവിനെ കണ്ടെത്തുക. നർമ്മദ ബച്ചാവോ ആന്തോളനുമായി ബന്ധപ്പെട്ട നേതാവിനെ കണ്ടെത്തുക. ഓപ്ഷൻസ്: മേധാ പട്കർ, സുന്ദർലാൽ ബഹുഗുണ, ലാൽ ഡങ്ക, നാംദിലോ ദാസൽ. ഉത്തരം മേധാ പട്കർ. ഉത്തരം മേധാ പട്കർ. നർമ്മദ ബച്ചാവോ ആന്തോളനുമായി ബന്ധപ്പെട്ട നേതാവ് മേധാ പട്കർ ആണ്. മൂന്നാമത്തെ ചോദ്യം, മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കുന്നതിന് തുടക്കം കുറിച്ച പ്രധാനമന്ത്രി ആര്? മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കുന്നതിന് തുടക്കം കുറിച്ച പ്രധാനമന്ത്രി ആര്? ഓപ്ഷൻസ്: VP സിംഗ്, ഇന്ദിരാഗാന്ധി, ജവഹർലാൽ നെഹ്റു, രാജീവ് ഗാന്ധി. ഉത്തരം VP സിംഗ്. ഉത്തരം VP സിംഗ്. മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കുന്നതിന് തുടക്കം കുറിച്ച പ്രധാനമന്ത്രി VP സിംഗ് ആണ്. നാലാമത്തെ ചോദ്യം, ആദ്യ ഭൗമ ഉച്ചകോടി നടന്നത് ബ്രസീലിലെ ഡാഷിൽ വെച്ചാണ്. ആദ്യ ഭൗമ ഉച്ചകോടി നടന്നത് ബ്രസീലിലെ ഡാഷിൽ വെച്ചാണ്. ഓപ്ഷൻസ്: പാരീസ്, ലണ്ടൻ, ന്യൂയോർക്ക്, റിയോ ഡി ജനീറോ. ഉത്തരം റിയോ ഡി ജനീറോ. ഉത്തരം റിയോ ഡി ജനീറോ. ആദ്യ ഭൗമ ഉച്ചകോടി നടന്നത് ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ വെച്ചാണ്. അഞ്ചാമത്തെ ചോദ്യം, ചുവടെ നൽകിയിട്ടുള്ള മുദ്രാവാക്യം ഉയർത്തിയ നേതാക്കളെ കണ്ടെത്തുക. ചുവടെ നൽകിയിട്ടുള്ള മുദ്രാവാക്യം ഉയർത്തിയ നേതാക്കളെ കണ്ടെത്തുക. മുദ്രാവാക്യങ്ങൾ: ജയ് ജവാൻ ജയ് കിസാൻ, ഗരീബി ഹട്ടാവോ. ഉത്തരം നോക്കാം. ജയ് ജവാൻ ജയ് കിസാൻ, ലാൽ ബഹദൂർ ശാസ്ത്രി. ജയ് ജവാൻ ജയ് കിസാൻ, ലാൽ ബഹദൂർ ശാസ്ത്രി. ഗരീബി ഹട്ടാവോ, ഇന്ദിരാഗാന്ധി. ഗരീബി ഹട്ടാവോ, ഇന്ദിരാഗാന്ധി. ആറാമത്തെ ചോദ്യം, ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും സാർക്കിലെ 2 അംഗരാജ്യങ്ങളെ കണ്ടെത്തുക. ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും സാർക്കിലെ 2 അംഗരാജ്യങ്ങളെ കണ്ടെത്തുക. ചുവടെ നൽകിയിരിക്കുന്നത് ഇന്ത്യ, തായ്ലൻഡ്, മലേഷ്യ, നേപ്പാൾ എന്നിവയാണ്. ഇതിലെ സാർക്കിലെ അംഗരാജ്യങ്ങൾ ഇന്ത്യയും നേപ്പാളുമാണ്. ചുവടെ നൽകിയിരിക്കുന്നതിൽ സാർക്കിലെ അംഗരാജ്യങ്ങൾ ഇന്ത്യയും നേപ്പാളുമാണ്. ഏഴാമത്തെ ചോദ്യം, ഐക്യരാഷ്ട്രസഭ സുരക്ഷാ സമിതിയിൽ എത്ര സ്ഥിരാംഗങ്ങളും എത്ര അസ്ഥിരാംഗങ്ങളുമുണ്ട്? ഐക്യരാഷ്ട്രസഭ സുരക്ഷാ സമിതിയിൽ എത്ര സ്ഥിരാംഗങ്ങളും എത്ര അസ്ഥിരാംഗങ്ങളുമുണ്ട്? ഉത്തരം നോക്കാം. ഐക്യരാഷ്ട്രസഭ സുരക്ഷാ സമിതിയിൽ 5 സ്ഥിരാംഗങ്ങളും 10 അസ്ഥിരാംഗങ്ങളുമുണ്ട്.
ഐക്യരാഷ്ട്ര സംഘടനയുടെ സുരക്ഷാ സമിതിയിൽ 5 സ്ഥിരാംഗങ്ങളും 10 താൽക്കാലിക അംഗങ്ങളുമാണുള്ളത്. 8ാമത്തെ ചോദ്യം, ആസിയാൻ സമൂഹത്തിന്റെ 3 അടിസ്ഥാന ശിലകളാണ്, അത് പൂരിപ്പിക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ആസിയാൻ സാമൂഹിക സാംസ്കാരിക സമൂഹം തന്നിട്ടുണ്ട്, ബാക്കിയുള്ള 2 പൂരിപ്പിക്കാനുള്ളതാണ്. നോക്കാം. ആസിയാൻ സമൂഹത്തിന്റെ 3 അടിസ്ഥാന ശിലകളാണ് ആസിയാൻ സുരക്ഷാ സമൂഹം, ആസിയാൻ സാമ്പത്തിക സമൂഹം, ആസിയാൻ സാമൂഹിക സാംസ്കാരിക സമൂഹം. ആസിയാൻ സുരക്ഷാ സമൂഹം, ആസിയാൻ സാമ്പത്തിക സമൂഹം, ആസിയാൻ സാമൂഹിക സാംസ്കാരിക സമൂഹം. ഇത് ഈ രീതിയിൽ പൂരിപ്പിക്കുക. 9ാമത്തെ ചോദ്യം ചേരുംപടി ചേർക്കുവാനാണ്. സ്ഥിരമായി ആവർത്തിച്ച് വരുന്ന ചോദ്യമാണ്. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അതിലെ നേതാക്കളുടെ പേരുകളുമാണ്. നോക്കാം. ഭാരതീയ ജനസംഘം, സോഷ്യലിസ്റ്റ് പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. നേതാക്കൾ മൗലാന അബ്ദുൽ കലാം ആസാദ്, AK ഗോപാലൻ, ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി, ജയപ്രകാശ് നാരായൺ. ഇനി ഇതൊന്നു ചേരുംപടി ചേർക്കാം. ഭാരതീയ ജനസംഘം ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി. ഭാരതീയ ജനസംഘം ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി. സോഷ്യലിസ്റ്റ് പാർട്ടി ജയപ്രകാശ് നാരായൺ. സോഷ്യലിസ്റ്റ് പാർട്ടി ജയപ്രകാശ് നാരായൺ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി AK ഗോപാലൻ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി AK ഗോപാലൻ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മൗലാന അബ്ദുൽ കലാം ആസാദ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മൗലാന അബ്ദുൽ കലാം ആസാദ്. ഇത് ഈ ക്രമത്തിൽ എഴുതുക. 10ാമത്തെ ചോദ്യം. 10ാമത്തെ ചോദ്യവും ചേരുംപടി ചേർക്കുവാനാണ്. ഇതും ആവർത്തിച്ച് വരുന്ന ചോദ്യമാണ്. ഓപ്പറേഷൻ ഡെസേർട്ട് സ്റ്റോം, ഓപ്പറേഷൻ ഇറാഖി ഫ്രീഡം, ഓപ്പറേഷൻ എൻഡ്യൂറിംഗ് ഫ്രീഡം, ഓപ്പറേഷൻ ഇൻഫിനിറ്റി റീച്ച്. അടുത്ത കോളത്തിൽ അമേരിക്കയുടെ ഇറാഖ് അധിനിവേശം, അൽഖ്വയ്ദയ്ക്കെതിരെയുള്ള ക്രൂയിസ് മിസൈൽ ആക്രമണം, 1ാം ഗൾഫ് യുദ്ധം, ഭീകരതയ്ക്കെതിരെയുള്ള ആഗോള യുദ്ധം എന്നിവയാണ് തന്നിരിക്കുന്നത്. ഇനി ഇതൊന്നു ചേരുംപടി ചേർക്കാം. ഓപ്പറേഷൻ ഡെസേർട്ട് സ്റ്റോം 1ാം ഗൾഫ് യുദ്ധം. ഓപ്പറേഷൻ ഡെസേർട്ട് സ്റ്റോം 1ാം ഗൾഫ് യുദ്ധം. ഓപ്പറേഷൻ ഇറാഖി ഫ്രീഡം, അമേരിക്കയുടെ ഇറാഖ് അധിനിവേശം. ഓപ്പറേഷൻ ഇറാഖി ഫ്രീഡം, അമേരിക്കയുടെ ഇറാഖ് അധിനിവേശം. ഓപ്പറേഷൻ എൻഡ്യൂറിംഗ് ഫ്രീഡം, ഭീകരതയ്ക്കെതിരായ ആഗോള യുദ്ധം. ഓപ്പറേഷൻ എൻഡ്യൂറിംഗ് ഫ്രീഡം, ഭീകരതയ്ക്കെതിരായ ആഗോള യുദ്ധം. ഓപ്പറേഷൻ ഇൻഫിനിറ്റി റീച്ച്, അൽഖ്വയ്ദയ്ക്കെതിരെയുള്ള ക്രൂയിസ് മിസൈൽ ആക്രമണം. ഓപ്പറേഷൻ ഇൻഫിനിറ്റി റീച്ച്, അൽഖ്വയ്ദയ്ക്കെതിരെയുള്ള ക്രൂയിസ് മിസൈൽ ആക്രമണം. അതുപോലെ സുഡാനിൽ മിസൈൽ ആക്രമണം ചോദിച്ചാലും ഓപ്പറേഷൻ ഇൻഫിനിറ്റി റീച്ച് തന്നെയാണ് ഉത്തരം. ഈ ക്ലാസ് ഇവിടെ പൂർണ്ണമാവുകയാണ്. തുടർന്നും ഇതുപോലെയുള്ള ക്ലാസുകൾ ലഭിക്കുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ ക്ലാസുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി അറിയിക്കുക. ക്ലാസ് ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.